Dear students, this video we discuss some properties of transpose of a matrix. Previous video we discussed transpose of a matrix. Transpose of a matrix എന്ന് പറഞ്ഞാൽ റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്യുന്നതിനാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. സം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സിന് സം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. എ എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുത്താൽ അത് എന്ത് തന്നെ കിട്ടും? ആദ്യം എഴുതിയ മെട്രിക്സ് തന്നെ കിട്ടും. സെക്കൻഡ് വൺ ഈസ് എ പ്ലസ് ബി. എയും ബിയും രണ്ട് മെട്രിക്സ് ആണ്, ആഡ് ചെയ്തു. എ പ്ലസ് ബി the whole transpose is equal to A transpose plus B transpose. എന്തിന് ഈക്വൽ ആയിരിക്കും? A transpose കണ്ടുപിടിച്ച് അതിനോട് B transpose ആഡ് ചെയ്യുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? A plus B the whole transpose. എയും ബിയും ആഡ് ചെയ്ത് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. തേർഡ് വൺ ഈസ് K into A. K is scalar. K into A. K എന്നൊരു വാല്യൂ ഒരു മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? K into A ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. K into A ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. ഫോർത്ത് വൺ ഈസ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അതിന് ട്രാൻസ്പോസ് എടുക്കുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന് ഈക്വൽ ആണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസിന് ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. ഓക്കെ, ഇഫ് എ ഇസ് ഈക്വൽ ടു, നമുക്കൊരു മെട്രിക്സ് എടുത്തു. ഇഫ് എ ഇസ് ഈക്വൽ ടു 2 3 1 4 2 3 1 4. ഓക്കെ, നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നത് ഈ എ എന്ന മെട്രിക്സ് എഴുതി, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ആദ്യം എ ട്രാൻസ്പോസ് 2 3 1 4. ഓക്കെ, എ ട്രാൻസ്പോസ്. ഇനി വീണ്ടും എന്ത് ചെയ്യണം? ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കണം. എ ട്രാൻസ്പോസ് ആദ്യമായി, അതിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുത്താൽ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്, ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ട്രാൻസ്പോസ് എടുത്തതിന്റെ ട്രാൻസ്പോസ് വീണ്ടും ഒന്നുകൂടെ എടുത്താൽ 2 1 3 4. റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്തു അല്ലെ? റോ കോളമായി ഇല്ലേ? നോക്കിയാൽ 2 1 കോളമായി, 3 4 കോളമായി, 2 3 റോയായി, 1 4 റോയായി. നോക്കിയേ, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. നോക്കിയേ എന്ത് കിട്ടി? എ എന്ന മെട്രിക്സ് തന്നെ അല്ലയോ കിട്ടി? ഇത് രണ്ടും ഈക്വൽ ആയിട്ടല്ലേ കിട്ടിയേ? ദാറ്റ് മീൻസ് ദ പ്രോപ്പർട്ടി കണ്ടീഷൻ ക്ലിയർ അല്ലയോ? അപ്പൊ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് വൺ, A plus B the whole transpose is equal to A transpose plus B transpose. A plus B, A എന്ന മെട്രിക്സും B എന്ന മെട്രിക്സും ആഡ് ചെയ്തു, അതിനോട് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആഡ് ചെയ്ത് എന്നത് ഈക്വൽ ആയിരിക്കും. സോ നമുക്കിത് A എന്ന മെട്രിക്സ് എഴുതാം. A is equal to 1 2 3 5. B എന്ന മെട്രിക്സ്, B is equal to മെട്രിക്സ് 2 3 7 5. Okay, 7 4. Okay. A plus B. ഫസ്റ്റ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നു? A plus B ഫൈൻഡ് ചെയ്യുന്നു. A plus B is equal to മെട്രിക്സ്, ഓർഡർ സെയിം ആണല്ലോ, 2 by 2 മെട്രിക്സ് ആണ്. ഓക്കെ, രണ്ടും നമുക്ക് ആഡ് ചെയ്യാം. A കറസ്പോണ്ടിങ് എലമെന്റുകൾ ആഡ് ചെയ്യുന്നു. 1 plus 2 3, 2 plus 3 5, 3 plus 7 10, 5 plus 4 9. ഓക്കെ, A plus B കിട്ടി. ഇനി നമ്മൾ എന്ത് എടുക്കണം? A plus B the whole transpose. A plus B the whole transpose is equal to, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കാനല്ലേ A plus B the whole transpose അല്ലേ? അപ്പൊ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് കിട്ടും? റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്യുന്നു. 3 5 10 9. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്താണ്? ഇതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ അത് നമ്മൾ എന്ത് എഴുതണം? എ എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, ഇതിന്റെ റോയും കോളോ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1 2 3 5. ഓക്കെ, ഇന്റർചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ബി എ മെട്രിക്സ്, ബി ട്രാൻസ്പോസ്, ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് ട്രാൻസ്പോസ് എഴുതിയാൽ എന്ത് കിട്ടും? 2 3 7 4 ആണ്. ദാറ്റ് മീൻസ് 2 3 7 4. ഓക്കെ, ട്രാൻസ്പോസ് എഴുതി. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്താൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 2 by 2 മെട്രിക്സ് ആണ്. കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യുന്നു. 1 plus 2 3, 3 plus 7 10, 2 plus 3 5, 5 plus 4 9. നോക്കിയേ, A plus B the whole transpose, ഈ മെട്രിക്സും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈക്വൽ അല്ലേ? സോ A plus B the whole transpose is equal to A transpose plus B transpose. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, third one is K A. The whole transpose is equal to K into A transpose. Okay, K means scalar. We can take K is equal to 3.
Okay, if A is equal to matrix 1, 2, 7, 3. Okay. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? K into A കണ്ടുപിടിക്കാം. That means 3A. K 3 ആണ്. 3 into A. That is equal to 3 into A. That means 3 into A എന്ന matrix. That is equal to 3 into 1, 2, 7, 3. Is equal to 3 into 1, 3. 3 into 2, 6. 3 into 7, 20. 3 into 3, 9. Okay? 3A. ഇനി എന്ത് ചെയ്യണം? 3A the whole transpose. 3A the whole transpose is equal to ഈ മെട്രിക്സിന്റെ 3A എന്ന ഈ മെട്രിക്സിന്റെ എന്തെടുക്കണം? ട്രാൻസ്പോസ് എടുക്കണം. ദാറ്റ് മീൻസ് 3, 6, 21, 9. ഓക്കെ, റോയിങ് കോളോ ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇത് എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? K into A transpose. K into A transpose means A transpose, K യുടെ വാല്യൂ 3 ആണ്. A transpose എഴുതിയാൽ A transpose is equal to 1, 2, 7, 3. ഓക്കെ, റോയിങ് കോളും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് 3 into A transpose is equal to 3 into 1, 7, 2, 3. 3 into 1, 3. 3 into 7, 21. 3 into 2, 6. 3 into 3, 9. നോക്കി, ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. 3A the whole transpose is equal to 3 into A transpose. That is commonly നമുക്ക് എന്ത് പറയാം? K into A the whole transpose is equal to K into A transpose. Okay, fourth property. Okay, ഇവിടെ എല്ലാം ഞാൻ 2/2 ആണ് എടുത്തത്. അപ്പോൾ ഇവിടെയും ഞാനൊരു 2/2 മെട്രിക്സ് എടുത്ത് തന്നെ ചെയ്യുന്നു. A is equal to matrix 1, 2, 3, 1. Okay, B is equal to matrix 2, 1, 1, 1. Okay, നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്? ഫോർത്ത് പ്രോപ്പർട്ടി. Fourth one is equal to AB the whole transpose is equal to B transpose into A transpose. Fourth property ഇതായിരുന്നല്ലോ. AB the whole transpose is equal to B transpose into A transpose. അപ്പോൾ എയും ബിയും നമ്മൾ എടുത്തു. A 1, 2, 3, 1. B 2, 1, 1, 1. ഓക്കെ, അപ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ നിന്ന് എന്ത് നമ്മൾ ഫൈൻഡ് ചെയ്യണം? AB the whole transpose കണ്ടുപിടിക്കണം. സോ AB എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ AB is equal to റോയെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? കോളം കൊണ്ട്. That means 1 into 2, 2. 2 into 1 plus 2. Okay. Next, 1 into 1. Gap idande 1 plus 2 into 1, 2. 3 into second row കൊണ്ട് first column. 3 into 2, 6 plus 1 into 1, 1. 3 into 1, gap to 3 plus 1 into 1. Okay. അപ്പോൾ AB is equal to 4, 3, 7, 4. ഓക്കെ, ഇതാണല്ലോ AB കിട്ടിയത്. നെക്സ്റ്റ്, AB the whole transpose നമ്മൾ കണ്ടുപിടിക്കണം. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ B transpose into A transpose. അപ്പൊ AB the whole transpose എടുക്കാം നമുക്ക്. AB the whole transpose is equal to ഇതിന്റെ ട്രാൻസ്പോസ് എഴുതാം 4, 3, 7, 4. 4, 3, 7, 4. AB the whole transpose എഴുതി. നെക്സ്റ്റ്, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? B transpose into A transpose എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ AB the whole transpose ഈ കിട്ടിയതിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സോ ആദ്യം B transpose എഴുതാം. B transpose is equal to 2, 1, 1, 1. ഓക്കെ, B എന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി. ഇനി അടുത്ത എന്താ വേണം? A transpose വേണം. A transpose is equal to 1, 2, 3, 1. Okay, multiplication, matrix multiplication, B transpose into A transpose. B transpose into A transpose is equal to row A column into 2 into 1, 2. 1 into 2, 2 into 3, 6. Gap idanam plus 1 into 1, 1. Next second row കൊണ്ട് കോളത്തിന് 1 into 1, 1 plus 1 into 2, 2. 1 into 3 gap ഇട്ടു plus 1 into 1, 1. Okay, ആഡ് ചെയ്താൽ 4, 7, 3, 4. 4, 7, 3, 4. 4, 7, 3, 4. 4, 7,
3 4 ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മൾട്ടിപ്ലൈ ചെയ്തപ്പോ? അപ്പൊ നോക്കിയേ, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, നെക്സ്റ്റ് യുവർ അസൈൻമെന്റ്. First question, if A is equal to matrix 2 3 4 7, B is equal to matrix 1 5 7 5. Okay, find A plus B the whole transpose is equal to A transpose plus B transpose. So your first question. Okay, second question, A plus B the whole transpose is equal to A transpose plus B transpose. Second question, if A is equal to matrix 2 1 1 9, find A transpose the whole transpose. Okay, second question. Third question, if A is equal to matrix 1 2 3 1, B is equal to matrix 1 4 7 3. Okay, find AB the whole transpose is equal to A transpose into B transpose into A transpose. Okay, AB the whole transpose is equal to A B transpose into A transpose. Okay, please send it to my WhatsApp. Answer is sent to my WhatsApp. Okay, thank you. Okay, thank you.